നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പ്രവാസ ലോകത്ത് നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സൗദി രാജകുടുംബാംഗം ബന്ദർ ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ രാജകുമാരൻ അന്തരിച്ചതായി റോയൽ കോർട്ട് അറിയിക്കുകയുണ്ടായി. ചൊവ്വാഴ്ച വൈകുന്നേരം അസർ നമസ്കാരത്തിന് ശേഷം റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള പള്ളിയിൽ വെച്ച് മയ്യിത്ത് നമസ്കാരം നടക്കുമെന്നും റോയൽ കോർട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സൗദി രാജകുമാരൻ ബന്ദർ ബിൻ മുഹമ്മദിന്റെ നിര്യാണത്തിൽ UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അനുശോചനം അറിയിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന് ഷെയ്ഖ് മുഹമ്മദ് അനുശോചനം സന്ദേശവും അയച്ചിരുന്നു. സൗദി രാജകുടുംബാംഗമായ ബന്ദർ ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ഫൈസൽ അൽ സൗദ് രാജകുമാരന്റെ മരണവിവരം ചൊവ്വാഴ്ചയാണ് സൗദി റോയൽ കോർട്ട് പുറത്തുവിട്ടത് തന്നെ. ചൊവ്വാഴ്ച വൈകുന്നേരം അസർ നമസ്കാരത്തിന് ശേഷം റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള പള്ളിയിൽ വെച്ചായിരിക്കും മയ്യിത്ത് നമസ്കാരം നടക്കുന്നതെന്നും റോയൽ കോർട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് പ്രവാസികളെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ്. ഒരു ടാറിട്ട റോഡും ഒരു ഹോട്ടലും മാത്രം ഉണ്ടായിരുന്ന ഒമാനെ ആധുനിക ഒമാനിലേക്ക്, അതായത് ഇപ്പോൾ നാം കാണുന്ന ഒമാനിലേക്ക് നയിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതാണ് സുൽത്താൻ ഖാബൂസ്. സുൽത്താൻ ഖാബൂസിന്റെ മരണവിവരം ഏറെ ഞെട്ടലോടെയാണ് പ്രവാസ ലോകം കേട്ടറിഞ്ഞത് തന്നെ. ഇന്ത്യക്കും ഏറെ പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പഠനത്തിലെ ഏറെ ഭാഗവും നടന്നത് പൂനെയിലായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യയുമായും നല്ല ബന്ധം പുലർത്താൻ സുൽത്താൻ ഖാബൂസിന് കഴിഞ്ഞിരുന്നു. ഖാബൂസ് രാജാവിന്റെ നിര്യാണത്തിൽ ഏറെ ദുഃഖിതരായിരുന്നു പ്രവാസ ലോകവും പ്രവാസികളും. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തയും ഏറെ നൊമ്പരപ്പെടുത്തുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.